വടക്കഞ്ചേരി അപകടത്തിൽ പാലക്കാട് ആർടിഒ എൻഫോഴ്സ്മെന്റ് ഇന്ന് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. ഇന്നലെ നടത്തിയ വിശദ പരിശോധനയിൽ അപകടത്തിന് കാരണം അമിത വേഗമെന്ന് സ്ഥിരീകരിച്ചിരുന്നു. സംഭവത്തിൽ ഡ്രൈവർക്കും ബസ് ഉടമയ്ക്കും പുറമെ കൂടുതൽ പേർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് പാലക്കാട് എസ്പി വ്യക്തമാക്കി. ഡ്രൈവറുടെ അശ്രദ്ധയും അമിതവേഗവുമാണ് വടക്കഞ്ചേരി അപകടത്തിന് കാരണമായതെന്ന പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങൾ പൂർണ്ണമായും ശരിവെക്കുന്നതാണ് വിശദ പരിശോധനയിലെ കണ്ടെത്തലുകൾ. അപകടത്തിൽപ്പെട്ട ടൂറിസ്റ്റ് ബസ് ശരാശരി 84 കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിച്ചതെന്ന് കണ്ടെത്തി. അപകടം നടന്ന സ്ഥലത്തെ ക്യാമറയിൽ 97.72 കിലോമീറ്റർ വേഗമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിന് തൊട്ടുമുൻപുള്ള ക്യാമറയിൽ 86 കിലോമീറ്ററാണ് വേഗം. അമിതവേഗം സംബന്ധിച്ച് 2 തവണ ജാഗ്രതാ സന്ദേശം ലഭിച്ചിട്ടും ഡ്രൈവർ വേഗം കുറച്ചില്ല എന്നതിന്റെ തെളിവുകൾ ഇന്നലെ പുറത്തുവന്നിരുന്നു. അപകട സ്ഥലത്തെ ക്യാമറ തൂണിൽ നിന്ന് 24 മീറ്റർ മാറിയാണ് അപകടം നടന്നതെന്നും എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ വ്യക്തമായി. അതേസമയം സംഭവത്തിൽ കൂടുതൽ പേർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് പാലക്കാട് എസ്പി വ്യക്തമാക്കി. ഏതാണ്ട് 19 തവണയോളം കഴിഞ്ഞ 3 മാസത്തിൻ്റെ ഇടയിൽ അലേർട്ട് മെസ്സേജ് അപകടം നടന്ന ദിവസം അടക്കം രീതിയിൽ ട്രാക്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് അലേർട്ട് മെസ്സേജുകൾ വന്നു. അപ്പോൾ അത് വേറാണ്, അത് ഒന്നാമത്തെ കാര്യം. ഡ്രൈവർ ജോമോന് പുറമെ ബസ്സുടമ കോട്ടയം സ്വദേശി അരുണിനെ അന്വേഷണ സംഘം ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. അപകടത്തിൽപ്പെട്ടവരിൽ നിന്ന് വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കും. ന്യൂസ് 18 പാലക്കാട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, ഈ കൂടുതൽ പേർക്കെതിരെ ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകാൻ സാധ്യത, അതോടൊപ്പം തന്നെ നടപടിക്ക് സാധ്യത എന്ന് പറയുമ്പോൾ അത് ആരെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്? അഭിലാഷ്, ഈ സംഭവത്തിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സന്ദർശിച്ച സമയത്ത് പറഞ്ഞിരുന്നത് ഇതിൽ ഈ വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്ന ആളുകൾക്കുൾപ്പെടെ നടപടിയെടുക്കും എന്നതാണ് പറഞ്ഞിരുന്നത്. അതായത് ഈ മോട്ടോർ വാഹന നിയമത്തിൽ അനുശാസിക്കാത്ത കുറെ കാര്യങ്ങൾ അതിൽ ബസിന്റെ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ വേഗ നിയന്ത്രണം മാറ്റുന്ന ആളുകൾ, അത്തരം ആളുകളെ എല്ലാം തന്നെ കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുക്കുക എന്നതിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ഈ ബസിന്റെ തന്നെ ഇതിൽ ശരാശരിയിൽ ദേശീയപാതയിൽ 70 കിലോമീറ്ററാണ് പരമാവധി വേഗം പോകേണ്ടത്. എന്നാൽ ഈ ബസ് പോയിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും, ബസ് യാത്ര തുടങ്ങി പിന്നെ ഈ അപകടം നടക്കുന്നത് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അതിന്റെ വേഗത പരിശോധിച്ച് അത് ശരാശരി 84 കിലോമീറ്റർ വേഗത്തിലാണ് ഈ ബസ് സഞ്ചരിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്തിയിരുന്നു. ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് 97 കിലോമീറ്റർ ആണ് വേഗത ഉണ്ടായിരുന്നതെങ്കിൽ അതിന് തൊട്ട് മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ 86ഉം 84ഉം 80ന് മുകളിലുമെല്ലാമാണ് ഈ വാഹനം സഞ്ചരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വേഗ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള സംവിധാനത്തിൽ മാറ്റം വരുത്തിയ ആളുകൾ, അതോടൊപ്പം ഇതിന്റെ മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തിയ ആളുകൾ, അവരെയെല്ലാം തന്നെ കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളതാണ്. ഇനി ഇത്തരത്തിൽ മറ്റു ബസ്സുകളിലും ഇത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതലിന്റെ ഭാഗമായാണ് കൂടുതൽ കർശനമായ നടപടികളിലേക്ക് കടക്കുന്നത്. സാധാരണ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അതിൽ ഡ്രൈവർക്കെതിരെയോ അല്ലെങ്കിൽ അതിന്റെ വാഹന ഉടമയ്ക്കെതിരെയോ കേസെടുക്കുക എന്നത് മാറ്റി നിർത്തി ഇതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവരെയും നേരിട്ടും അല്ലാതെയും എല്ലാ ആളുകൾക്കെതിരെ നടപടിയിലേക്ക് പോകുക എന്നതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പും അതിന്റെ നടപടികളിലേക്ക് കടക്കുകയാണ്. ഇന്നലെ 2 പേരെയും, ബസ് ഡ്രൈവർ ജോമോനെയും അതോടൊപ്പം ബസ് ഉടമ അരുണിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ കൂടാതെ ആണ് ഈ ജോമോനെ അന്ന് സംഭവ ദിവസം രാത്രി ആശുപത്രിയിൽ പോലീസ് എത്തിച്ചതാണ്. പിന്നെ പിറ്റേന്ന് പുലർച്ചെയാണ് ജോമോനെ അരുണും മറ്റ് മാനേജർ ഉൾപ്പെടെയുള്ള ആളുകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർക്കെതിരെയും നിയമ നടപടി ഉണ്ടാകും എന്നതും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഈ ബസ്സിൽ ഇത്തരത്തിൽ വേഗ നിയന്ത്രണം ഒഴിവാക്കി കൊടുത്തുള്ള ആളുകൾ, അത്തരം ആളുകളിൽ കണ്ടെത്തി അവർക്കെതിരെ കൂടി നടപടിയെടുക്കുക എന്നതിലേക്ക് മോട്ടോർ വാഹന വകുപ്പും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘവും പോകുന്നത്. അതായത് പ്രസാദ്, ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ എക്സ്ട്രാ ഫിറ്റിങ്ങുകളാണ് പലപ്പോഴും വലിയ തോതിലുള്ള അപകടങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇന്നലെ അടക്കം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് റോഡ് സേഫ്റ്റി സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ പ്രതികരിക്കുന്നത് ഈവൻ ഈ കാറുകളിൽ ഘടിപ്പിക്കുന്ന ലൈറ്റുകൾ പോലും ഈ എതിരെ വരുന്ന വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടമാക്കുന്ന തരത്തിലുള്ളതാണ്. വ്യാപകമായി കമ്പനി നൽകുന്ന അല്ലെങ്കിൽ കമ്പനി പറയുന്ന ലൈറ്റുകളേക്കാൾ കൂടുതൽ ശക്തിയുള്ള ലൈറ്റുകളൊക്കെ വ്യാപകമായി കേരളത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരക്കാർക്കൊക്കെ എതിരെ നടപടി ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയാണോ ഇപ്പോൾ കാണേണ്ടത്?
തീർച്ചയായും അഭിലാഷ്, കാരണം അങ്ങനെ ഒരു നടപടികളിലേക്ക് പോയാലാണ് പിന്നീടും ഇത്തരത്തിൽ ബസ്സുകളിൽ ഇത് ഘടിപ്പിക്കാതിരിക്കാൻ അതുമായി ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാകൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അപകടം നടന്നതിന് ശേഷം ഇപ്പോൾ ബസ് ഉടമയും അതോടൊപ്പം തന്നെ ബസ് ഡ്രൈവറും അറസ്റ്റിലായി എന്നതിന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ബസ്സിൽ ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേഗ നിയന്ത്രണം, അതിന്റെ വേഗപ്പൂട്ട് ഒഴിവാക്കി കൊടുത്ത ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ ചെയ്തു കൊടുത്ത ആളുകൾ, ഒരു DJ പാർട്ടി നടത്താൻ കഴിയുന്ന തരത്തിൽ ഒരു ബസ്സിനുള്ളിൽ ഒരു ചെറിയ സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കുന്നു. നേരത്തെ അഭിലാഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ബസ്സിന്റെ പുറത്തെ ലൈറ്റ് അതെല്ലാം തന്നെ എതിരെ വരുന്ന വാഹനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കും എല്ലാം വലിയ ശല്യമാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ സുരക്ഷിതമായി യാത്ര നടത്തുന്നതെല്ലാം തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ആളുകൾക്കെതിരെ കൂടി നടപടി വന്നാൽ മാത്രമേ ഇത് ഇനിയെങ്കിലും കൂടുതൽ ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ തയ്യാറാകൂ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇത്തരത്തിൽ വേഗപ്പൂട്ട് ഒഴിവാക്കി കൊടുത്ത ആളുകൾക്കെതിരെ എല്ലാം തന്നെ കർശന നടപടികളിലേക്ക് കടക്കുക എന്നതാണ്. അതാരാണ് ചെയ്തത്, അത്തരം ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം അതിലേക്ക് കൂടുതൽ കർശനമായി മോട്ടോർ വാഹന വകുപ്പും അതോടൊപ്പം ഇപ്പോൾ അന്വേഷണം നടത്തുന്ന ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അവരും ഇക്കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അതിനെതിരെ കൂടുതൽ കർശന നടപടികളിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. പ്രസാദ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ DJ പാർട്ടി പോലും നടത്താവുന്ന തരത്തിലാണ് വാഹനങ്ങളിൽ ഈ ഭാവമാറ്റങ്ങളും രൂപമാറ്റങ്ങളും ഒക്കെ വരുത്തുന്നത്. പലപ്പോഴും നിരത്തുകളിലൂടെ പോകുന്ന ഇത്തരം ടൂറിസ്റ്റ് ബസ്സുകൾ കാണുമ്പോൾ ഇതേ സംശയം തന്നെയാണ് മറ്റുള്ള യാത്രക്കാർക്ക് തോന്നാറുള്ളതും. വാർത്തയുടെ വിശദാംശങ്ങളാണ് പ്രസാദ് നൽകിയത്.